ഹേയ് ഗായ്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലെൻസിനെ കുറിച്ചാണ് കേട്ടോ. ഒരുപാട് പേരുടെ ഡൗട്ടാണ് ലെൻസ് എങ്ങനെ യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ലെൻസ് യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ബ്രൈഡ്സിന് യൂസ് ചെയ്യുന്ന ലെൻസ് എന്ന് പറയുന്നത് ഫ്രഷ് ലുക്ക്, അതുപോലെ തന്നെ അക്വാ കളർ. അധികം ഞാൻ ഫ്രഷ് ലുക്കിൻ്റെ ലെൻസാണ് യൂസ് ചെയ്യുന്നത്. ലെൻസിൽ തന്നെ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. സീ ഗ്രേ, നോട്ടി ബ്രൗൺ, ഡസ്കി ബ്രൗൺ, പ്യൂർ ഹേസൽ ഗ്രേ, അങ്ങനെ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. നമ്മളെപ്പോഴും മേക്കപ്പ് ചെയ്യണതിൻ്റെ ആദ്യം തന്നെ, അതായത് മുമ്പ് നമ്മൾ ലെൻസ് വെക്കുകയാണ് ഏറ്റവും നല്ലത്. ഒരുവിധം മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ലെൻസ് വെക്കുക. ഇനി ഞാൻ ലെൻസ് വെക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. കൈ വെച്ചിട്ട് ലെൻസ് വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കൈ നന്നായിട്ട് ക്ലീൻ ചെയ്യുക കേട്ടോ. ഒരിക്കലും വൈപ്സ് വെച്ചിട്ടൊന്നും കൈ ക്ലീൻ ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലെല്ലാം ഒരു കണ്ടൻറ് ഉണ്ടല്ലോ, വാട്ടർ കണ്ടൻറ്. അത് നമ്മുടെ കയ്യിലായി കഴിഞ്ഞാൽ നമ്മൾ കണ്ണിൽ വെക്കുന്ന ടൈമിൽ അവർക്ക് നീറ്റലുണ്ടാവും. അപ്പോൾ പരമാവധി വെള്ളം വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ നോക്കുക. പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ലെൻസ് വെക്കാൻ നോക്കുക കേട്ടോ. ഒരുപാട് തവണ ട്രൈ ചെയ്യുമ്പോൾ അവരുടെ കണ്ണിൽ സ്ക്രാച്ച് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പരമാവധി ആദ്യം തന്നെ ലെൻസ് വെക്കാൻ നോക്കുക. ഫസ്റ്റ് ട്രൈ തന്നെ ലെൻസ് വെക്കാൻ നോക്കുക. ഇനി ലെൻസ് വെച്ച ശേഷം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കണ്ണൊരിക്കലും തിരുമ്പരുത് കേട്ടോ. കണ്ണ് തിരുമ്പാൻ പാടില്ല. അങ്ങനെ തിരുമ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രാച്ചസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നോർമലി എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഇതാണ്, ലെൻസ് വെച്ച ശേഷം ഒരു 5 മിനിറ്റ് ഒരു റെഡ്നെസ്, അതുപോലെ തന്നെ കണ്ണിൽ വെള്ളം വരും. അത് നോർമലി എല്ലാവർക്കും ഉള്ള ഒരു ഇതാണ്. അതുകൊണ്ട് അത് വരുമ്പോൾ ആരും ടെൻഷൻ അടിക്കണ്ട. ലെൻസ് വെച്ചാൽ ഉറങ്ങരുത് കേട്ടോ. ലെൻസ് റിമൂവ് ചെയ്തിട്ട് വേണം ഉറങ്ങാൻ. അതായത് ഇപ്പോൾ ചില ബ്രൈഡ്സൊക്കെ അങ്ങനെ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് വെഡ്ഡിങ്ങിൻ്റെ തിരക്കൊക്കെ വരുമ്പോൾ. അപ്പോൾ ലെൻസ് റിമൂവ് ചെയ്തിട്ട് വേണം ഉറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അലർജി ഇഷ്യൂസൊക്കെ ഉള്ളവരെന്നുണ്ടെങ്കിൽ എന്തായാലും ലെൻസ് റിമൂവ് ചെയ്യുക. അതായത് ലെൻസ് വെക്കാതിരിക്കുക പരമാവധി. അത് കണ്ണിന് ഭയങ്കര ഇറിറ്റേഷൻസും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് ലെൻസ് വെക്കണമെന്ന് അത്രയും നിർബന്ധമാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അവരോട് ചോദിച്ചിട്ട് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ കേട്ടോ. നമ്മൾ ബ്രൈഡ്സിനൊക്കെ യൂസ് ചെയ്യുന്ന ലെൻസ് എന്ന് പറയുന്നത് 1 ഡേ യൂസേജ് വരുന്ന ലെൻസാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ മോർണിംഗ് ഇട്ട് കഴിഞ്ഞാൽ നൈറ്റ് കിടക്കുന്നതിന് മുമ്പ്, അതായത് ഇപ്പോൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയതിന് ശേഷം നിങ്ങളത് എന്തായാലും റിമൂവ് ചെയ്യുക കേട്ടോ. ലെൻസ് ഒരിക്കലും ഡ്രൈ ആവാതെ നോക്കുക കേട്ടോ. അപ്പോൾ ലെൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് തവണ ട്രൈ ചെയ്യുമ്പോൾ നോർമലി ലെൻസ് ഡ്രൈ ആകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സൊല്യൂഷൻ ഉണ്ടാവും ലെൻസിൽ, അതിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ലെൻസ് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ലെൻസ് വെക്കുമ്പോൾ ഐസ് ഒരിക്കലും ചിമ്മരുത്. ചിമ്മി കഴിഞ്ഞാൽ ലെൻസ് വെക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാകും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ലെൻസിന് 2 സൈഡ് വരുന്നുണ്ട് കേട്ടോ. ഇന്നർ കർവും അതുപോലെ തന്നെ ഔട്ടർ കർവും. ഇന്നർ കർവാണ് നമ്മളെപ്പോഴും കൃഷ്ണമണിയുടെ ഉള്ളിലോട്ട് വെക്കുക. ഇന്നർ കർവും അതുപോലെ തന്നെ ഔട്ടർ കർവും നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഷെയ്ഡ് അതുപോലെ തന്നെ ലൈനൊക്കെ വെച്ച് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. പിന്നെ കൈകൊണ്ട് വെക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റിക്ക് വരുന്നുണ്ട്. അത് വെച്ചിട്ട് യൂസ് ചെയ്യാൻ ഏറ്റവും സേഫ് ആയത് കേട്ടോ. ചിലർക്ക് കൈകൊണ്ട് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ സ്റ്റിക്ക് യൂസ് ചെയ്യാണ് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾ സ്കിൻ ടോണിന് മാച്ചായിട്ടുള്ള ലെൻസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഞാനൊരു ലെൻസിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത ടൈമിൽ അതിൽ വന്ന ഒരുപാട് കമൻസാണ്, ലെൻസ് ഇത്രയും ബുദ്ധിമുട്ടായിട്ട് എന്തിനാണ് ലെൻസ് വെക്കണത്, ലെൻസ് വെച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ. അതായത് നമ്മൾ ലെൻസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. ഇപ്പോൾ കണ്ണ് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും, നല്ല ഭംഗി ഉണ്ടാവും ലെൻസ് വെച്ചിട്ട് ഐ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ലെൻസ് വെക്കുന്നതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. പിന്നെ ഓരോ ബ്രൈഡിൻ്റെ സജഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഇപ്പോൾ ലെൻസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഐസ് ഒന്നും കൂടെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തെടുക്കും. അതായത് മേക്കപ്പ് മൊത്തത്തിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഫേസ് തന്നെ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാകും. അതുകൊണ്ടാണ് ഒരുവിധം ആൾക്കാരും ലെൻസ് യൂസ് ചെയ്യുന്നത്, അതായത് ബ്രൈഡ്സൊക്കെ ലെൻസ് വെക്കാൻ പറയുന്നത്. പിന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള ലെൻസൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. ഒരിക്കലും ലോക്കൽ ലെൻസൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ണിന്. അതായത് ഇപ്പോൾ ചില ബ്രൈഡ്സൊക്കെ നമ്മൾ തന്നെ വാങ്ങിക്കൊണ്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നവരുണ്ടാകും. അപ്പോൾ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടല്ലേ എന്തിനാ ഇത്ര ക്യാഷ് മുടക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ലോക്കലായിട്ടുള്ള ലെൻസൊക്കെ വാങ്ങും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഒരാൾ വെച്ച ലെൻസ് മറ്റൊരാൾ യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. ഒരു കണ്ണിൽ വെച്ച ലെൻസ് വേറൊരാൾ യൂസ് ചെയ്യാതിരിക്കുക. അതൊക്കെ കണ്ണിന് ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ലെൻസ് വെച്ച ഉടനെ തന്നെ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യരുത് കേട്ടോ. കുറച്ച് ടൈം എടുത്തിട്ട് വേണം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ. അതായത് ലെൻസ് വെച്ച ഉടനെ തന്നെ മേക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ണിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാക്സിമം അതൊക്കെ ശ്രദ്ധിക്കാൻ നോക്കുക.
പിന്നെ നമ്മൾ ലെൻസ് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ മിററിൽ നേരെ നോക്കിയിട്ട് 2 ഫിംഗർ യൂസ് ചെയ്തിട്ട് വേണം കേട്ടോ ലെൻസ് കണ്ണിൽ നിന്ന് പതുക്കെ വേണം റിമൂവ് ചെയ്തെടുക്കാൻ. പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കരുത്, കണ്ണിന് ബുദ്ധിമുട്ടാണ്, അതായത് സ്ക്രാച്ച് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ സാവധാനം ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ലെൻസ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യുക. അതുപോലെ തന്നെ എനിക്കറിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ലെൻസ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ബ്രൈഡ്സിന് വേണ്ടി മാത്രമല്ല കേട്ടോ, ലെൻസ് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അപ്കമ്മിങ് ബ്രൈഡ്സ് അതുപോലെ തന്നെ മറ്റു ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ റെഫറൻസ് എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതാണ്. ഞാൻ ഒരുവിധം കമൻറ്റ്സിനൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.